അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വല. അച്ഛനെ ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാൻ തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങനെ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞ്. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. എന്തൊക്കെ ആശാൻ? ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ, വരട്ടെ. അച്ചുതട്ടാര് പണം പലിശയ്ക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവാ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. അങ്ങോട്ട് കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താണ് നോക്കി നിൽക്കുന്നേ? ചോളം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട സമയേ.
ഇവിടെ വെച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങട് വാ. വാ, ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ചേട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലാന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് 1-2 ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ? ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് തയ്ക്കുന്നുണ്ട്, അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാം ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാലെന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നാ മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. ഉണ്ണിയില്ലേ? ഇല്ല. ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്ന് എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? 2 ബ്ലൗസ് തയ്ക്കണം.
തയ്ക്കാലോ? അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ, അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം, എങ്കിലേ നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ, ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ. ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം ആശാന്. ചമ്പലം. തിരിഞ്ഞേ. ആശാനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം, ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ. ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തെ പച്ചക്കിളിയെ, നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. ഞാൻ സത്യമായിട്ട് വലി നിർത്തി. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റിൽ ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ആപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ, എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല, വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ? ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ ആവില്ല? 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തൊട്ടെന്ന് പറഞ്ഞാ മതി. 5 രൂപ പോലും. എന്നാ ഒരു രൂപ പിടിച്ചോ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ? എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ എന്നെ തല്ലല്ലേ, ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തെറണമണി കൊണ്ടോ അവന്റെ ഒരു അളവെടുപ്പ്.
ആശാനേ. നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ, ഞാൻ ഇവരെ വിളിച്ചോണ്ടരാനാ. എന്തിനാ? എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനാ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരാളെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന. താനേ സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ, ചെമ്പ് സ്വർണ്ണം ചേർത്തോ ആഭരണം പണിത്? അനാവശ്യം പറയരുത്, ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. നിനക്കിത് വേണ്ട, ഒന്നുകിലും സ്വന്നിരിച്ചതാ അല്ല പേടിപ്പിക്കണോ? തരാൻ മനസ്സില്ല, നീ മേടിക്കണോണ്ട് കാണണമല്ലോ. തിരിച്ചു മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് ദാമോദരനല്ല. അന്നേരം കാണാം. ഞാനെന്തോ ആദ്യം ചെയ്യുന്ന പോലെ കയറി വന്നിരിക്കുന്നു. 32 വർഷമായി ഈ പണി ഉറങ്ങിയിട്ട്. ഇതുവരെ ഒരുത്തരും കയറി വന്നിട്ടില്ല ചോദിക്കാൻ. സ്വർണ്ണത്തിൽ ചെമ്പി ചേർക്കാൻ പാടില്ലെന്ന്. കുളിച്ച് പൗഡർ ഇട്ട് എങ്ങോട്ടേക്കാ? നീ വന്ന് അവിടെ പിടിച്ചേ. പിന്നെ ഒരു കാര്യം, കാവില് പൂർവ്വം മേളമൊക്കെ നടക്കും. അങ്ങോട്ടൊന്നും എഴുന്നള്ളണ്ട. രാത്രി ഇവിടെ നിന്ന് പണിതാലേ നാളെ രാവിലെ ഇത് കൊടുക്കാൻ പറ്റും. നമസ്കാരം ഉണ്ടോ മുതലാളി? നമസ്കാരം. 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 ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പായി, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി. നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുന്ന തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി. ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കണു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ സായക്കട. ഈ സ്വർണ്ണക്കടയാണ് ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അരെ ശ്രീനിവാസൻ, 2 പേർ ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി.
എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല. അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. വരൂ. നീക്കൂ. വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. വരൂ.